തെളിവുകളുണ്ട്. ഈ തെളിവുകൾ കോടതി അപ്രീഷിയേറ്റ് ചെയ്തു ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് 100%. 100 കൂടുതലുണ്ട്. ആളുകൾ 101 പറയും, പക്ഷെ 101% ഇല്ലല്ല. ഈ ശിക്ഷയിന്മേലുള്ള വാദം നടക്കുമ്പോൾ നമ്മുടെ ഭാഗം പറയാനായിട്ട് എന്താ ഇല്ല? അതിജീവിതയുടെ വക്കീലിന് ട്രയൽ കോടതിയിൽ ഒന്നും പറയാൻ പറ്റില്ല, നിയമം അനുവദിക്കണില്ല. അതിജീവിതയ്ക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോഴാണ് വന്നത്. ആ അപ്പീൽ അവർക്ക് കൊടുക്കാം, അല്ലാതെ ട്രയൽ കോടതിയിൽ എനിക്ക് മിണ്ടാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഒരു കണ്ടംപ്റ്റ് കിടക്കുന്നുണ്ട്, ആ കണ്ടംപ്റ്റുമ്പോൾ വേണമെങ്കിൽ എനിക്ക് വാദം പറയാം. അതല്ലാത്ത ഒരു ഇതിന് പറ്റില്ല. ഈ ആളുകളെല്ലാവരും പറഞ്ഞ എന്താ അറിയാമോ, അതിജീവിതയുടെ വക്കീൽ കേസ് നടത്തി തോറ്റു. ഞാൻ എവിടെ കേസ് നടത്തി തോറ്റിയത്? ഞാൻ കേസ് നടത്തി ജയിച്ച ആളാണ്. ഈ മെമ്മറി കാർഡില് രണ്ടാമത് എടുത്തുകൊണ്ട് ഇവിടെ വെച്ചു അല്ലേ, ഹാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡ് ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് ആ മെമ്മറി കാർഡ് ജസ്റ്റിസ് കൗസർ അടപ്പക്കത്തിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം രാത്രിക്ക് രാത്രി മാറി ഹാഷ് വാല്യൂ മാറ്റി ഒറിജിനൽ മെമ്മറി കാർഡ് ഇവിടെ കൊണ്ടുവച്ചു. നിങ്ങൾ ചോദിക്കണം ഈ അക്യൂസിന്റെ വക്കീലന്മാരോട്, എവിടെയാണ് CFSL പോയ റിപ്പോർട്ടിന്? CFSL അവർ റിപ്പോർട്ടിന് പോയില്ലേ മെമ്മറി കാർഡിന്റെ? അത് എവിടെയാ? കോടതി ഹാജരാക്കിയോ? എവിടെയെങ്കിലും ഹാജരാക്കിയോ? ഇല്ല. ഇതെല്ലാം അറിയാവുന്ന ആള് നമ്മൾ തന്നെയാ. ഇന്ന് വൈകുന്നേരം വരെ 12-ാം തീയതി വൈകുന്നേരം വരെ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 12-ാം തീയതിക്ക് ശേഷം ഞാൻ വെറും അഡ്വക്കേറ്റ് TB മിനിയാണ്. നീ സൈബർ കാണുന്നില്ലേ സാക്കിനെ? ഈ പറനാടൻ മലയാളി പച്ച കള്ളം ഇരുന്ന് ഏതെങ്കിലും ജേർണലിസ്റ്റുകൾ ചെയ്യോ? ജേർണലിസ്റ്റുകളാണെങ്കിൽ ചെയ്യോ? മറുഭാഗത്തിന് എന്താ പറയുന്നത് കേൾക്കാതെ ചോദിക്കാതെ ഇത് എന്തിനു വേണ്ടിയാണ് ആളിരുന്ന് ചെയ്തുകൊണ്ടിരിക്കണേ? ഏത് കാര്യമാണ് ഈ പറയുന്നത്? അതിജീവിതയുടെ കാര്യമോ ദിലീപ് കേസോ ആണോ പറയുന്നത്? ഞാൻ പണ്ട് മൂത്രപ്പരയിൽ പോയപ്പോ മര്യാദക്ക് കയറ്റിയിട്ടില്ല എന്നുള്ളതാ പറയണേ. നീ കണ്ടു തള്ളണ്ട, ഒരു സാധനം പറഞ്ഞു അതെടുത്ത് പറയണ്ട. അങ്ങനെയല്ല, അത്ര മോശമായ രീതിയിൽ അല്ലേ? അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയോ? ഇല്ല. നമ്മളെ എത്ര ജനുവിനാണെന്ന് എനിക്ക് എറണാകുളത്തുള്ള പത്രക്കാർക്ക് അറിയാം. ഞാൻ എന്തായിരുന്നു ജനിച്ച് വളർന്ന് പഠിച്ച് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇവിടെ തന്നെ നിങ്ങളെ കണ്ട് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്ത് നിങ്ങൾ വിളിക്കുമ്പോഴത്തൊക്കെ വന്ന് ഞാനും ഒരു മനുഷ്യനാണ്. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ മാത്രമാണ്. ഈ കാലഘട്ടത്തിലെല്ലാം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും. എനിക്ക്